ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ആയി നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്, ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പം ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ. ഞാനും ചേട്ടനും ചേച്ചിയും പിച്ചുകുട്ടനും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവാണ്. ഞങ്ങൾ പോകുന്നത് ആലുവയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഉള്ളത്, വേറെ 2 പേരും കൂടെ ഉണ്ട്. അവരെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ആലുവ ശിവക്ഷേത്രത്തിൽ ഞാൻ കുഞ്ഞിലെ എന്തോ പോയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഓർമ്മയിലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളോർത്തുന്നാൽ പോകാം, കാരണം ശിവരാത്രിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എല്ലാവർക്കും ലീവും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പം വെറുതെ വീട്ടിലിരിക്കുന്നതിലും ഭേദം ഇങ്ങനെയുള്ള എന്തെങ്കിലും പീസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 പേര്. ഇത് ശ്രീയും ശ്രീയുടെ കുട്ടി ആമിക്കുട്ടിയാണ്. ഇത് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കുട്ടിയാട്ടോ. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഞങ്ങളെല്ലാവരും കൂടെ ആട്ടോ പോണത്. ആമിക്കുട്ടീനെ കണ്ടു. ആമിക്കുട്ടി പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവളെ എന്തൊക്കെയോ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവളിങ്ങനെ ക്യാമറയിൽ നോക്കി ഓരോ എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അവൾക്കിങ്ങനെ ഫോണൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ്, എന്താ ചോദിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നല്ല ബ്ലോക്കായിരുന്നു. കാരണം ഞങ്ങൾ പോയത് വെള്ളിയാഴ്ച ആണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ട് ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ടൊരു ടൈം കൊണ്ട് നല്ല റഷായിരുന്നു റോഡിലൊക്കെ. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ മാനേജ് ചെയ്ത് ടൈമിനുള്ളിൽ അവിടെ എത്തി. അങ്ങനെ തൊഴുതും കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഞാൻ അകത്ത് കയറിയപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല, കാരണം എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ കുറച്ച് ഇതായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞ് ദീപാരാധനയൊക്കെ കൂടി തൊഴുത് ഇറങ്ങി പ്രസാദമൊക്കെ ഇട്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുവാണ്. അപ്പം ചേച്ചി ഇങ്ങനെ പറയാം, ഞങ്ങളെക്കൂടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതേ ആമിക്കുട്ടി ഇങ്ങനെ ഹായ് ഒക്കെ പറയാട്ടെ. ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പ്രദക്ഷിണം എല്ലാം വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിന് പുറത്ത് കുറേ കടകൾ, ശിവരാത്രി ആയതുകൊണ്ട് കുറേ കടകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ഒരു കടയിൽ മറ്റേ കാലിൽ കെട്ടുന്ന ചെയിനുണ്ട്, മറ്റേ ഇവിളൈഡ് അത്. അപ്പം അത് ആമിക്കുട്ടിക്ക് മേടിക്കണം എന്ന് പറഞ്ഞ് അത് മേടിച്ചു. റിച്ചുവിന് കാറ് മേടിച്ചു. പിന്നെ അവൾക്ക് എന്തോ ഇതുപോലത്തെ ബലൂൺ പോലത്തെ ഒരു സാധനം മേടിച്ചു കേട്ടോ. അവളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് അതിട്ടിങ്ങനെ അടിയായിരുന്നു കേട്ടോ. അത് അതിൻ്റെ അറ്റത്ത് സ്ട്രോ ഫുള്ളിങ്ങനെ മേത്ത് കുത്തിക്കറിയായിരുന്നു. അവൾക്കൊരു ഹാപ്പിനെസ്സും നമുക്കൊരു സന്തോഷം. അതിന് പിന്നെ ഞങ്ങൾ ആറിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ പോയി. ഒട്ടും നെറ്റില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫോൺ അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ നേരെ പോയത് എമറാത്തിലോട്ടാണ്, കളമശ്ശേരിയിലുള്ള. ഞങ്ങൾ ആക്ച്വലി മസാല ദോശ കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ കഴിച്ചത് മന്തി, അൽഫാം അങ്ങനത്തെയൊക്കെയുള്ള ഐറ്റംസ് ആട്ടോ. ഞാനാണ് അൽഫാം ഓർഡർ ചെയ്തത്. പിന്നെ ഓരോരുത്തരായിട്ട് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ പിന്നെ നമുക്ക് എല്ലാത്തിനും എടുത്ത് കഴിക്കാമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീയുടെ ഹസ്ബൻഡ് സിബിൻ ചേട്ടൻ ഓൾറെഡി ഞങ്ങളടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു, ചേട്ടൻ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വരുന്ന വഴിക്ക് ഞങ്ങളോട് ജോയിൻ ചെയ്തു. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അപ്പുറത്തിരുന്ന് റിച്ചു ഇപ്പുറത്തോട് ചാടി എൻ്റെ അടുത്ത് ഇരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി, നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ നേരെ ഒബ്രോണിലോട്ട് പോയി. അവിടെ ഞങ്ങൾ കാണാൻ പോയ പടം ദാവീദാണ്. കൊള്ളാം. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആ ഫിലിമിലുണ്ടെന്ന് തോന്നിയിട്ടില്ല. ലൈക്ക് കണ്ടിരിക്കാം എന്നൊരു മൂവിയേ ഉള്ളൂ. ഭയങ്കര ത്രില്ലിങ് ഒരു ഫാക്ടറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞ് അത് ഇറങ്ങുകയാണേ. ഞാൻ ഇന്ന് ലെൻസ് കാർട്ടിൽ നിന്നൊരു സ്പെക്സ് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല, അതാണ് ആ സ്പെക്സ്. അപ്പം ഞാൻ ഫിലിമൊക്കെ കാണുമ്പോൾ അത് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ കളമശ്ശേരി തന്നെ T4U എന്ന് പറഞ്ഞാൽ കടയിൽ കയറി കോഫി ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. ഇതെന്താ പോക്കറ്റ് ഷവർമ, ആക്ച്വലി ഇത് കൊള്ളില്ല, എന്നെ ഞങ്ങൾ തിരിച്ചു കൊടുത്തു. എന്തോ ടെസ്റ്റ് വ്യത്യാസം സമയം 1 മണി 2 മണിയായേ. അപ്പം ഇതെല്ലാവരും നോക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരുന്ന കടയിൽ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ വിൻചേട്ടൻ അപ്പുറത്തെ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി. അപ്പം വിൻചേട്ടൻ പോകുന്നത് ഞങ്ങൾ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ റിച്ചു ആരെയും മൈൻഡ് ചെയ്യാതെ അവനൊരു 10 രൂപ വെച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കോഫി പറഞ്ഞു, ചേച്ചി കോഫി പറഞ്ഞു, ശ്രീ കോഫി പറഞ്ഞു, പിന്നെ ചേട്ടന്മാർ 2 പേരും ചായ പറഞ്ഞു. അമ്മക്കുട്ടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. തിയേറ്ററിൽ കയറിയപ്പോൾ തൊട്ട് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. സിനിമ കണ്ടു, അമ്പലത്തിൽ പോയി, അങ്ങനെ അവരെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വെച്ചപ്പോൾ ഞാനായിട്ട് ഡ്രൈവ് ചെയ്തത്. ഞാനിങ്ങനെ രാത്രിയിൽ ഡ്രൈവ് ചെയ്യും. എനിക്ക് ആ പടെ എവിടെയെങ്കിലും പോകുമ്പോൾ രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ കിട്ടുള്ളൂ. അല്ലാത്തപ്പം ചേട്ടൻ ഓഫീസിൽ പോയിക്കുമ്പോൾ ചേട്ടൻ വണ്ടി കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് വണ്ടി ഓടിക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ
തിരിച്ചു വരുമ്പോഴൊക്കെ മോസ്റ്റ്ലി ഞാനായിരിക്കും ഓടിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞങ്ങളുടെ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.